വാദം, പിത്തം, കഫം എന്നുള്ളതാണ് നമ്മുടെ ഒരു ദോഷത്തെ ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ഉൾപ്പുഴുക്കം ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ വാദദോഷം ഓൾറെഡി ഗ്രീഷ്മകാലം, ചൂട് വേനൽക്കാലത്ത് കൂടി നിൽക്കുന്നുണ്ട്. അതും എന്ത് സംഭവിക്കുന്നു, ഈ മഴക്കാലം ആകുന്നതോടുകൂടി അതിനും ഒരുപാട് കൂടുതൽ വരികയാണ്. അതാണ് നമുക്ക് ശരീരവേദനകളൊക്കെ ആയിട്ട് എല്ലാ തരത്തിലുള്ള വേദനകളും കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത്. അപ്പോ നമുക്കറിയാം, സാധാരണ എല്ലാ കാലങ്ങളിലും അസുഖങ്ങൾ എങ്ങനെയാണ്, മഴ നമുക്ക് എപ്പോഴൊക്കെ അനുഭവപ്പെടുക? നമ്മൾ ശരിക്കും ഋതു എന്ന് പറയുന്നത് 2 മാസം വെച്ചാണെങ്കിലും കേരളത്തിൽ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ. നമുക്ക് എപ്പോഴാണ് ശരിക്കും മഴക്കാലം അനുഭവപ്പെടുന്നത്? ജൂൺ ഉണ്ട്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ആ ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടോ അപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മകാലവും വർഷകാലവുമാണ് പ്രധാനമായിട്ടും നമുക്ക് അനുഭവപ്പെടുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് പക്ഷെ നമ്മൾ ആ ഒരു ഒക്ടോബർ സമയത്ത് വരുന്ന ഒരു മഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ജലദോഷം, പനി തുടങ്ങിയ ആ ഒരു അസുഖങ്ങളൊന്നും അപ്പം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റലിന്റെയും OP ഫുള്ളായിരിക്കും. കാരണം എല്ലാവർക്കും ജലദോഷം എന്തൊക്കെയാ വരിക? ജലദോഷം വരും, പനി വരും, വയറിളക്കം വരും അല്ലെ, ചിക്കൻ ഗുനിയ, ഡെങ്കു. ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പനി അല്ലെ, നമുക്കിപ്പോ ഒരു ചുക്കുകാപ്പി ഇട്ട് കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു ആവി പിടിച്ചാൽ മാറാവുന്ന പനിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡെങ്കു ഫീവർ ആവും. ഡെങ്കു ഫീവർ തന്നെ ഡെങ്കു ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറഞ്ഞ് മരണം വരെ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് പനികളുടെ. ഇപ്പൊ വീണ്ടും നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഒരു കോവിഡ് മഹാമാരി ഉണ്ടായിരുന്നു. എത്രത്തോളം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അത് മാറ്റിമറിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന്റെ ഒരു വീണ്ടും ഒരു വകഭേദം മാറിയിട്ട് ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കോവിഡിന്റെ ഒരു. പക്ഷെ അത്രത്തോളം തീവ്രമല്ലെങ്കിൽ കൂടി നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തെ ബാധിക്കത്തക്ക രീതിയിൽ അത് വരുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ ആദാനകാലം, വിസർഗകാലം എന്ന് പറയും. അതായത് ആദാനകാലം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രകൃതി തന്നെ ബലം നമ്മൾക്ക് തരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മളുടെ ബലം വലിച്ചെടുക്കുന്ന ഒരു കാലമാണ്. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഈ പ്രകൃതിയിൽ നിന്നുള്ള ജീവജാലങ്ങളും സസ്യങ്ങളും തന്നെയാണല്ലോ. അപ്പൊ അവിടെ നിന്ന് അതിനും ബലമുണ്ടാകില്ല, നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുകയാണ്. വിസർഗകാലം എന്ന് പറയുന്ന ഒരു സമയം എന്ന് പറയുന്നത് ആ ബലത്തെ വിസർജിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ബലം കൂട്ടാണ്. അപ്പൊ നമ്മളുടെ ശരീരത്തിലും ബലം വരുന്ന ഒരു സമയമാണ്. അപ്പോ ഇനി അങ്ങോട്ടേക്കുള്ള തണുപ്പ് മാസം ആ ഒരു ഭാഗമാണ് നമ്മൾ വിസർഗകാലമായിട്ടും, ഗ്രീഷ്മകാലത്തിന്റെ ഭാഗമായിരുന്നു ആദാനകാലമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോ ഈ വർഷകാലം എന്ന് പറയുന്നത് ഒരു ഋതുവിൽ നിന്ന് വേറൊരു ഋതുവിലേക്കുള്ള ഒരു ചേഞ്ച് അല്ലെ, അതാണ് നമ്മൾ ഋതുസന്ധി എന്നൊക്കെ പറയും. ഓരോ ഋതുക്കളുടെ ഇടയിലും ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? പഴമക്കാരെ ഇപ്പോൾ ഇത് തന്നെ അനുഷ്ഠിക്കുന്നുണ്ടായിരിക്കാം. അതായത് നമ്മൾ പറയും, ഒരു ഋതു മാറി മറ്റൊരു ഋതു വരുമ്പോൾ നമ്മളൊരു ദേഹശുദ്ധി വരുത്തുക എന്നുള്ളത്. അതായത് ഈ ഒരു കാലത്തെ ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വിരേചനം, വയറിളക്കുക എന്ന് പറയാം. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണൊക്കെ കഴിച്ച് വയറിളക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ അത് എത്രത്തോളം നമ്മളുടെ വീട്ടിലോ നാട്ടിലോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ സംശയമാണ്. അപ്പൊ നമ്മൾ എന്താണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് അത് നമ്മൾ നിത്യം എണ്ണ തേച്ച് കുളിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ ഇതേപോലെ ഒരു വൈദ്യ നിർദ്ദേശാനുസാരണം നമുക്ക് എന്ത് ചെയ്യാം, ഏത് മരുന്നാണ് നമുക്ക് ഈ ഒരു വയറിളക്കാൻ പറ്റിയത് എന്നുള്ളത് നോക്കി ആ ഒരു കോഷ്ടശുദ്ധി, കോഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു വയർ എന്നുള്ള ഒരിതാണ്. അപ്പൊ ആ ഒരു ശുദ്ധി നടത്താനും അതുപോലെ നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ ദേഹത്തെ എന്താ പറയാ വിരേചനം നടത്തി നമുക്ക് ഏറ്റവും പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ആയുർവേദ ചികിത്സാ രീതികളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ശരീരത്തിനും ഉതകുന്നത് ഏതാണ് അത് മനസ്സിലാക്കിയിട്ട് ഒരു ട്രീറ്റ്മെന്റ്, ചികിത്സ എടുക്കാനുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു മഴക്കാലം അഥവാ കർക്കിടക ചികിത്സ. അതെല്ലാവരും കേട്ടിരിക്കും അല്ലെ, കർക്കിടക ചികിത്സ. ആയുർവേദത്തിന് ഏറ്റവും പ്രചാരമുള്ള ഒരു സമയം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്. അപ്പൊ
എന്താ പറയാ, കർക്കിടക മാസത്തിന് നമ്മള് സുഖചികിത്സയുടെ കാലം എന്നാണ് പറയാം. അപ്പോ അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുമ്പോൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിനെ നല്ല ഭക്ഷണം കൊണ്ടും ഔഷധം കൊണ്ടും രോഗപ്രതിരോധ ശക്തി കൂട്ടി അസുഖങ്ങളെ ചെറുക്കാനുള്ള ഒരു പരുവമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ആയുർവേദത്തിലൂടെയുള്ള പ്രതിരോധം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദിനചര്യ. ദിനചര്യ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം എന്താണ്? ഉറക്കം ഉണരുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതിന് ഒരു സമയം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. അപ്പോ അതൊന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ എപ്പോഴും പ്രകൃതിക്ക് അനുസരിച്ച് ജീവിച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതായത് സൂര്യൻ ഉണരുന്നതോടുകൂടി ഉണരാൻ നോക്കുക, അസ്തമിക്കുന്നതോടുകൂടി ഉറങ്ങാൻ നോക്കുക എന്നല്ല, പക്ഷെ നമ്മുടെ ദഹന പ്രക്രിയകളൊക്കെ ഒന്ന് അതിനോട് കൂടെ ഒന്ന് തീർക്കാൻ നോക്കുക പറയില്ല. അതായത് നമ്മള് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, എല്ലാവരും ജോലിക്കാരാണ്. ജോലി റിട്ടയർമെന്റ് ലൈഫ് ആണെങ്കിലും അതിനേക്കാൾ ഏറെ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയുള്ള ഒരു സമയമാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. അത് കഴിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് വാരി ഒളിച്ച് കഴിക്കുന്നു, ഉച്ചയ്ക്കിലും കുറച്ച് കഴിക്കുന്നു. ഹെവി ആയിട്ട് കഴിക്കാൻ എല്ലാവർക്കും സമയം കിട്ടുന്നത് ഡിന്നർ കഴിക്കാനാണ് സമയം കിട്ടുന്നത്. അതും എപ്പോഴാണ്? എല്ലാ പണികളും തീർത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ കിടക്കുമ്പോഴത്തേക്കും അത് ദഹിക്കാനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല. അപ്പൊ ഈ ദഹിക്കാനുള്ള സമയം കൊടുക്കാതെ നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് പറ്റുന്നു? ഈ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിക്കാതെ നമ്മളുടെ ശരീരത്തിൽ ആമമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ ആമാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അനുഭവപ്പെടുക എന്ന് വെച്ചാൽ ദേഹത്ത് പലതരം നീർക്കെട്ട്, വേദന, അങ്ങനെയാണ്. ഇതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് നമ്മളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. അതായത് എത്രത്തോളം നമ്മൾ ഈ ഒരു ദിനചര്യ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സദ്വൃത്തം എന്ന് പറയും. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് സദ്വൃത്തം എന്നുള്ളൊരു ഇതിൽ ആയുർവേദം അനുശാസിക്കുന്നത്. അപ്പോൾ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ദന്തധാവനം, നസ്യമൊക്കെ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇതിലേക്കൊക്കെ കൂടി നിങ്ങൾക്കൊരു അവബോധം തരിക, നമ്മളുടെ ഈ ഒരു സെന്റർ അല്ലെ, വെൽനസ് സെന്ററിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് ആയുർവേദ ചികിത്സകൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പൊ ദിവസത്തിൽ എണ്ണ തേക്കാൻ ദിവസം ഒന്ന് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? കാലുവേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോ അതിന് അഭ്യംഗം എന്ന് പറയും അല്ലെ, എണ്ണ തേച്ച് കുളിക്കുക പറയുന്ന ഒരു ഇതാണ് അഭ്യംഗം. അതുപോലെ തന്നെ നമ്മുടെ വേദനകൾക്ക് അനുസരിച്ചിട്ട് ഇലക്കിഴി അല്ലെങ്കിൽ പൊടിക്കിഴി, ഞവര, അങ്ങനെ ഒരുപാട് ചികിത്സകളും ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി ഒരു വൈദ്യ നിർദ്ദേശാനുസരണം അത് എടുക്കണം. പിന്നെ ഇതിലത്തെ പ്രധാനമായിട്ടും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് മഴക്കാല ചര്യകളുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ 3 കാര്യങ്ങളാണ്: ആഹാരവും, വിഹാരവും, മനസ്സിന്റെ കാര്യങ്ങളും. അതില് വീട്ടില് ആഹാരത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നുള്ള ഭക്ഷണം അന്നന്ന് പ്രിപ്പയർ ചെയ്യുക. ദയവ് ചെയ്ത് ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വെള്ളം, ജലാശയങ്ങൾ ഒരുപാട് മലിനപ്പെട്ട് കിടക്കുകയാണ്. നമുക്ക് വ്യക്തി ശുചിത്വം പോലെ തന്നെ പ്രധാനമാണ് പരിസര ശുചിത്വം, അതുപോലെ സമൂഹത്തിന്റെ ശുചിത്വം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മളുടെ പറമ്പ് വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അപ്പുറത്തെ പറമ്പിലേക്ക് എറിയുന്നു, അതല്ലെങ്കിൽ അത് പുറത്തു കൊണ്ട് തള്ളുന്നു. കാരണം ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. എത്ര ഈ ഒരു സ്ഥലത്തെ മലിനമാക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. അപ്പോ പരിസര ശുചിത്വം ഇല്ലാതെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതിന് ചുറ്റുമുള്ള ജലാശയങ്ങളും മലിനപ്പെടുകയാണ്.
അപ്പോൾ വെള്ളത്തിൽ ഒരു പ്രശ്നം വരുന്നു. അങ്ങനെ വരുമ്പോൾ ജലജന്യമായ രോഗങ്ങളും ബാധിക്കുകയാണ്. അപ്പൊ അതില് ടൈഫോയിഡ്, കോളറ മുതലായ രോഗങ്ങൾ ബാധിക്കുകയാണ്. അപ്പോ ഏറ്റവും ഇപ്പോ അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എല്ലാവരും ഹോട്ടലിലാണ്. ഹോട്ടലില് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചൂടുവെള്ളം കൊണ്ടുവച്ചാലും അത് നന്നായി തിളപ്പിച്ച് അല്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ പാകമായ ചൂടുവെള്ളം ആവുന്ന എത്ര പേര് ഇതിൽ വിശ്വസിക്കുന്നുണ്ട്? അവിടെ എന്താ ചെയ്യുന്നത്? അതായത് തിളച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം മിക്സ് ചെയ്യും. അത് ഏറ്റവും വിഷതുല്യാണെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോ ആ വെള്ളം കുടിക്കുന്നതിലൂടെ അസുഖങ്ങൾ വരികയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള തുളസി, പനിക്കൂർക്ക, അതുപോലെ ചുക്കില്ലെങ്കിൽ ഇഞ്ചി, ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം വേണം കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഭക്ഷണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് നമ്മളുടെ അഗ്നിബലം എന്ന് പറയും, അതായത് ഡൈജസ്റ്റീവ് കപ്പാസിറ്റി, അത് വളരെ കുറവായിരിക്കും. പ്രായഭേദമന്യേ നമ്മൾ നോക്കുകയാണെങ്കിലും കുറവായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പം ദഹിക്കാവുന്ന ആഹാരം കഴിക്കണം. അപ്പൊ അതിൽ തന്നെ കഞ്ഞി പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് അത്ര കൂട്ടാക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഉഴുന്നൊക്കെ കുറയ്ക്കുക. ഇപ്പോ നമ്മുടെ കേരളീയരുടെ ഒരു ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ ഇഡ്ഡലി, ബുധൻ, വ്യാഴം ദോശ, അത് കഴിഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. അപ്പോ അതില് ഉഴുന്ന് കുറയ്ക്കുക പറയുമ്പോൾ അരി ഉഴുന്നും ചേർത്തതാണല്ലോ ദോശമാവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അവില് ആഡ് ചെയ്താൽ, ഉഴുന്ന് എന്ന് പറയുന്നത് സോൾട്ട് ആക്കാനുള്ള ഒരു ഏജന്റ് ആണ് അരി അല്ലെ, ചേരുക. അപ്പൊ അവില് ആഡ് ചെയ്യുക. അവിലാവുമ്പോൾ കുറച്ചും കൂടെ ലഘുത്വം, അതായത് ദഹിക്കാൻ എളുപ്പമുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെ ഭക്ഷണ രീതി ക്രമീകരിക്കുക. അതുപോലെ ഒരുപാട് പച്ചക്കറികൾ, ഇപ്പൊ നമുക്ക് ചെറുപയർ ഏറ്റവും പറയുകയാണെങ്കിൽ ചെറുപയർ സൂപ്പ്. കാരണം ചെറുപയർ നമുക്ക് ബലം പ്രദാനം ചെയ്യുന്നതുമാണ്. അതുപോലെ സൂപ്പ് നമ്മുടെ യൂഷം എന്നൊക്കെ പറയും, അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദം എന്ന് കേൾക്കുമ്പോൾ പഥ്യം എന്നുള്ളത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് അറിയാം? ഇപ്പോ എന്തെങ്കിലും മരുന്ന് പറഞ്ഞാൽ മാംസം കഴിക്കാൻ പാടുമോ, മത്സ്യം കഴിക്കാൻ പാടുമോ? ആയുർവേദത്തില് ഇത് കഴിക്കരുത് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, പറയുന്നത് എന്നാണോ വിശ്വസിക്കുന്നത്? മത്സ്യമാംസങ്ങളെ കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ പാടില്ല, കഴിക്കരുത്? ശരിക്കും നമ്മുടെ സംഹിതകളിൽ ഓരോ ഇതിനെ കുറിച്ചും വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ ഏത് അവസ്ഥയിൽ നമുക്കിത് ഉപയോഗിക്കാം, ഏത് അവസ്ഥയിൽ ഇത് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ മഴക്കാല ചര്യയില് മാംസരസത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് സംസ്കൃതമായിട്ടുള്ള കൃതമായിട്ടുള്ള എന്താ പറയാ, ഇപ്പോ മാംസരസം സൂപ്പായിട്ട് നമുക്ക് കഴിക്കാം, മാംസമായിട്ട് കഴിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോ നോൺ വെജ് കഴിക്കുന്നവർക്ക് അതിന് സൂപ്പായിട്ട് കഴിക്കാം, അതല്ലാത്തവർക്ക് ചെറുപയർ സൂപ്പായിട്ട് കഴിക്കാം. അപ്പൊ ചെറുപയർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ അളവില് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യണം. കാരണം നമുക്കറിയാം എല്ലാ പയർവർഗ്ഗങ്ങളും പാകത്തെ ഗ്യാസ് ഉണ്ടാക്കും എന്നുണ്ടെങ്കിലും അതിൽ കുറച്ചൊരു ഭേദം ചെറുപയറാണ്. എങ്കിലും അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അളവിൽ വെളുത്തുള്ളി ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് അത് അവസാനം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നെയ്യില് ചെറിയുള്ളി വെളുത്തുള്ളി മൂപ്പിച്ചിട്ട് അങ്ങനെ ചെറുപയർ സൂപ്പ് ഉണ്ടാക്കാം. പിന്നെ പച്ചക്കറികൾ കഴിക്കുക. ആ പച്ചക്കറി കഴിക്കുന്നതിൽ, കാരണം ഈ മഴക്കാലത്തോടനുബന്ധമായിട്ടാണ് നമുക്ക് കർക്കിടക മാസം വരുന്നത് അല്ലെ. അപ്പൊ കർക്കിടക മാസത്തില് കർക്കിടക ചര്യ, അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇനി എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കാണാൻ പറ്റും. എന്താ അത്? കർക്കിടക കഞ്ഞി അല്ലെ. അപ്പൊ കർക്കിടക കഞ്ഞി കാണും. ഇപ്പൊ കിറ്റ് വാങ്ങിക്കുക, അതാണ് എല്ലാം റെഡിമെയ്ഡ് ആണല്ലോ. അപ്പൊ കിറ്റ് വാങ്ങിക്കുക, കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ദശപുഷ്പങ്ങള് ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദശപുഷ്പങ്ങൾ വെച്ചിട്ട്, കാരണം ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാ ദശപുഷ്പങ്ങള്? കറുക, തിരുതാളി, മുക്കുറ്റി, ഉഴിഞ്ഞ, ചെറുള, മുയൽച്ചെവിയൻ, പൂവാങ്കുരുനില, നിലപ്പന, കൃഷ്ണക്രാന്തി, മുയൽച്ചെവിയൻ കാണും, ഉഴിഞ്ഞ പറഞ്ഞു,
മുടിക്ക് നല്ലത് അല്ലെ? ഇത്രയാണ് ദശപുഷ്പം പറയുന്നത്. അപ്പൊ ഈ ദശപുഷ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പ്രധാന എല്ലാം വിഷഹരാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ദശപുഷ്പം കർക്കിടക മാസത്തിൽ പറയണമെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് പറയണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ പറമ്പിന് ചുറ്റും എന്തുണ്ടാവും? അതെ, സസ്യങ്ങളെല്ലാം വളരും. അപ്പൊ പുല്ല് ഒരുപാട് വളരും. അതില് കീടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, പാമ്പ് വിഷജന്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ നമ്മുടെ പ്രകൃതിയും അതിനുള്ള ഒരു പരിഹാരം പ്രകൃതിയിൽ തന്നെ വെച്ചേക്കുകയാണ്. കാരണം നമുക്ക് ബാക്കിയുള്ള ഇപ്പൊ തന്നെ ക്ലീനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ദശപുഷ്പം കിട്ടാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ദശപുഷ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വേനൽക്കാലത്തെ കാര്യം ചിന്തിക്കേണ്ടല്ലോ. അപ്പോ ശരിക്കും പ്രകൃതി തന്നെ അതിനുള്ള ഒരു സൊല്യൂഷനും എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള പോലെയാണ്. അപ്പൊ വിഷഹാരവുമാണ് അതില് ഒട്ടുമിക്ക ഇത് നോക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിന് എന്താ പറയാ അനുയോജ്യമായിട്ടുള്ള, അതിലെ അസുഖങ്ങൾ മാറ്റാൻ അനുയോജ്യമായിട്ടുള്ള ദ്രവ്യങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ അതിന് കുറച്ചെണ്ണം വയറിന് നല്ലതാണ്. അപ്പൊ നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധി എന്നുള്ള പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പുഷ്പങ്ങളെയാണ് അല്ലെങ്കിൽ ചെടികളെയാണ് ദശപുഷ്പം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ദശപുഷ്പത്തില് ഒരെണ്ണം മാത്രം പൂവില്ല. അതേതാ? അല്ല, നിലപ്പണിക്ക് പൂ വരും. കറുകയ്ക്കാണ് പൂവില്ലാത്തത്. അല്ല, ദശപുഷ്പത്തിലാണെങ്കിലും ആ പേര് പറഞ്ഞാലും അതിൽ കറുകയ്ക്ക് പൂ വരില്ല. അപ്പോ